ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഓസ്ട്രേൽ നോസ്കിയെ കുറിച്ചാണ്. ഓസ്ട്രേൽ നോസ്കിക്കകത്ത് റീസെൻ്റിലായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമുക്ക് ഓസ്ട്രേൽ നോസ്കിക്കകത്ത് ഓസ്കി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓസ്കി എക്സാമിനേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് വന്ന ചില സ്റ്റേഷൻസ് ഞാൻ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്താണ് നമുക്കിന്ന് ലേൺ ചെയ്യാം, എന്ത് ലെസൺസ് നമുക്ക് ലേൺ ചെയ്യാം. ഒന്ന് നമുക്ക് BLSൻ്റെ അകത്ത് നമുക്കൊരു ഇപ്പോൾ റീസെൻ്റ്ലി അവർ ചോദിച്ചത് ഒരു 3 year old ചൈൽഡിൻ്റെ കാര്യമാണ് ചോദിച്ചത്. 3 year old ചൈൽഡ് അതിന് സ്പൈനൽ കോഡ് ഇഞ്ചറി ഉള്ള ചൈൽഡാണ്. അപ്പോൾ ആ ചൈൽഡിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടുത്തെ സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ചെയ്യുന്ന പരിപാടിയെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് പേഷ്യൻ്റെ അടുത്തേക്ക് നമ്മൾ അതായത് ഈ ചൈൽഡിൻ്റെ അടുത്തേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ചൈൽഡിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ചൈൽഡിൻ്റെ അടുത്തേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പം നമ്മൾ ചെയ്യേണ്ട 1-2 ചേഞ്ചസ് ഉണ്ട്. ചേഞ്ചസിൻ്റെ അകത്ത് നമുക്ക് പേഷ്യൻറ്റിന് ഇപ്പോൾ ഹെഡ് ഇഞ്ചറി ഉള്ളതുകൊണ്ട് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് വൺ തിങ്. Then second one is when you are going to approach the patient, make sure that the scene is safety. അതല്ല everything is pretty same. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്രഷൻ അതുപോലെ വെന്റിലേഷൻ അതുപോലെ തന്നെ AED ആപ്ലിക്കേഷൻ അത് ചെറിയ ചേഞ്ചസ് ഉണ്ട്. കംപ്രഷൻ്റെ അകത്ത് നമുക്ക് 1 hand ടെക്നിക്കും ഉണ്ട്, 2 hand ടെക്നിക്കും ഉണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. 1 ഇയർ താഴെയാണെങ്കിൽ നമുക്ക് ഒരാൾ മാത്രമാണെങ്കിൽ 2 finger ടെക്നിക്കും അതുപോലെ 2 person ആണെങ്കിൽ 2 thumb എൻസൈക്ലിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതല്ലാതെ തന്നെ നമുക്കിവിടെ നമുക്ക് ഒരു 1 year കൂടുതലുള്ള കുട്ടിയായതുകൊണ്ട് ചൈൽഡ് ആയതുകൊണ്ട് നമുക്ക് ചൈൽഡിൻ്റെ ചെസ്റ്റ് സൈസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 1 hand യൂസ് ചെയ്താലും കുഴപ്പമില്ല, 2 hand യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. കംപ്രഷന് വേണ്ടി 2 ഇഞ്ചാണ് കംപ്രഷൻ ഡെപ്ത്, അതുപോലെ തന്നെ 100 to 120 ആണ് സ്പീഡ്, അതുപോലെ തന്നെ 30:2 ആണ് കംപ്രഷൻ്റെ വെന്റിലേഷൻ റേഷ്യോ. അപ്പോൾ അതെല്ലാം അങ്ങ് തന്നെയാണ്. പിന്നെ പേഷ്യൻ്റെ നമുക്ക് AED അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ അകത്ത് AED ഫ്രണ്ടിലും ബാക്കിലും അറ്റാച്ച് ചെയ്യാനായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത് 8 വയസ്സ് താഴെയുള്ള കുട്ടിയാണെങ്കിൽ. പക്ഷേ ഇവരുടെ പ്രോട്ടോകോൾ പ്രകാരം ഇപ്പോൾ കൊച്ചിന് ചെസ്റ്റ് സൈസ് കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് AED ഫ്രണ്ടിൽ തന്നെ അഡൽറ്റിന് അപ്ലൈ ചെയ്താലും ദാറ്റ്സ് ഓക്കെ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക്. അതുപോലെ തന്നെ കംപ്രഷൻ വെന്റിലേഷൻ ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ് ഇതിൻ്റെ അകത്തുള്ളത്, വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. അതുപോലെ IV ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേഷൻ വരുന്നുണ്ട്. IV ഫ്ലൂയിഡ് കാൽക്കുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ IV ഫ്ലൂയിഡിൻ്റെ അകത്ത് ഫ്ലൂയിഡിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബ്ലഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ബ്ലഡ് സെറ്റ് നിങ്ങൾ യൂസ് ചെയ്യരുത്, പകരം നിങ്ങൾ IV സെറ്റ് വേണമെന്ന് എക്സാമിൽ പ്രോംപ്റ്റ് ചെയ്യണം. പക്ഷേ എക്സാമിൽ തരുന്നില്ലെങ്കിൽ യൂക്കോ വിത്ത് IV സെറ്റ് ഡ്രോപ്പ് കാൽക്കുലേഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഡ്രോപ്പ് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് നഴ്സിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണം, കാരണം സെക്കൻഡ് നഴ്സ് ചെക്കിംഗ് സ്റ്റേഷനാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേഷ്യൻറ്റിനെ നമുക്ക് സ്ക്രബ് ദ ഹബ് ചെയ്യണം. അതുപോലെ തന്നെ VIP അസസ്മെൻറ്റിന് പകരം നമുക്ക് ഓസ്ട്രേലിയക്കുള്ള വിവാസ് ചെയ്യണം. വിവാസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓറൽ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് S4 SIT മെഡിസിൻ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ മെഡിസിൻസ് നിങ്ങൾ കൗണ്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവെൻട്രി ബുക്കിൽ നിന്നെടുത്ത് കൗണ്ട് ചെയ്യുന്ന SIT മെഡിസിൻ ആണ് സാധാരണ ചോദിക്കുന്ന. ഇപ്പോൾ റീസെൻ്റ്ലി ട്രമഡോളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് നമുക്ക് എൻഡോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കുറച്ച് ട്രബിൾസമാണ്, പക്ഷേ ഇറ്റ് ഈസ് ദ വേ ഇറ്റ്സ് ഗോയിങ് ടു വർക്ക്. പെയിൻ അസസ്മെൻ്റ് ആണ് അപ്പൻഡിസെക്ടമി കഴിഞ്ഞ പേഷ്യൻ്റ് സെക്കൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ ആണ് നമുക്ക് മാനേജ് ചെയ്യാൻ വരുന്നത്. അതുപോലെ വേറൊരെണ്ണം വന്നത് പ്രഷറി അസസ്മെൻറ്റ് MR95 വെച്ച് ടെസ്റ്റ് ചെയ്യാൻ വന്നു. അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ പേഷ്യൻ്റ് ബ്രെത്ത്ലെസ്നെസ് റാഷ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വന്നു. എല്ലാം സെയിം ആണ്, പുതിയ ചേഞ്ചസ് ഒന്നുമില്ല. വൈറ്റൽ സയൻസ് വന്നു. അതുപോലെ തന്നെ പിന്നെ ANTT ഡ്രസ്സിങ് എവറിത്തിങ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വൂണ്ടെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ വൂണ്ട് അസസ് ചെയ്തിട്ട് ANTT ഡ്രസ്സിങ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാഗ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ട്രോളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ ക്ലീനിങ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ നമുക്ക് ഹാൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് റെസ്പിറേറ്ററി അസസ്മെൻ്റ് ഉണ്ട്, ഐസോബാർ ഹാൻഡ് ഓവർ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ചില സ്റ്റേഷൻ്റെ അകത്തൊക്കെ ID ബാൻഡ് ഇല്ല. ID ബാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ID ബാൻഡ് ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു റീസെൻ്റ് ആയിട്ട് എനിക്കൊരു പഞ്ചാബി കുട്ടി ഉണ്ടായിരുന്നു. പഞ്ചാബി കുട്ടിക്ക് കിട്ടിയത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 year old ചൈൽഡ് വിത്ത് സ്പൈനൽ കോഡ് ഇഞ്ചറി. അത് തന്നെ സെയിം ആണ് വന്നത്. പെയിൻ അസസ്മെൻറ്റ് അബ്ഡോമിനൽ പെയിൻ സെയിം ആണ് വന്നത്. ANTT സെയിം ആണ് വന്നത്. അതുപോലെ വൈറ്റൽ സയൻസ് 2 hours പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് വൈറ്റൽ സയൻസ് സെയിം ആണ് വന്നത്. ഫോൾ റിസ്ക് അസസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഫ്രാറ്റ് വെച്ചിട്ട് ഫോൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഐസോബാർ അതുപോലെ തന്നെ പേഷ്യൻറ്റ് വന്നായിരുന്നു. അതുപോലെ പാരാമെഡിക്കിന് ഹാൻഡ് ഓവർ കൊടുക്കാനായിട്ട് യൂറിനാലിസിസ് അതിന് വന്നായിരുന്നു. യൂറിനാലിസിസ് വന്നു കഴിയുമ്പോൾ UTI ഹെൽത്ത് എഡ്യൂക്കേഷന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോണം. അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ മാനേജ്മെൻറ്റ് പേഷ്യൻറ്റ് ഷേക്കി ഷിവറിയായിട്ട് പ്രസൻറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ IV ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് പേഷ്യൻറ്റിന് IV ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ വന്നു. അതുപോലെ IM ഇഞ്ചക്ഷൻ പേഷ്യൻറ്റിന് കെറ്റോലാക്ക് കൊടുക്കാൻ പറഞ്ഞു വന്നു. ഇത്രയും സ്റ്റേഷൻസാണ് റീസെൻ്റ്ലി വന്നത്. അപ്പം ഇത് നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് പ്രൊആക്റ്റീവായിട്ട് ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്കുള്ള കഴിവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് 1000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം ജയിക്കണമെന്നില്ല.
പക്ഷേ ആ കഴിവുണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരു ബെസ്റ്റ് ട്രെയിനർ വേണം. ആ ട്രെയിനറെ കൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്കത് മാനേജ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനോ ഓഫ്ലൈനോ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുക. ഞാനൊരു 3 വർഷം ഓസ്ട്രേലിയ തുടങ്ങിയ കാലം മുതൽ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ചെയ്തിട്ട് 100 കണക്കിന് സ്റ്റുഡൻസിനെ ജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഓൺലൈൻ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ട്രൈ ചെയ്യുന്നു, തേർഡ് അറ്റംപ്റ്റ് ട്രൈ ചെയ്യുന്ന സ്റ്റുഡൻസും എന്നെ അപ്രോച്ച് ചെയ്യുക. ഞാൻ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്നതായിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. So thank you very much for listening to this video. I will come back with another wonderful video in the next class. Thank you.